വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടിജോ എരുമേലി. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 1536 സ്ക്വയർ ഫീറ്റ്, 1536 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഈ വീട് അതായത് ഫ്രണ്ടും ലെഫ്റ്റ് സൈഡുമാണ് ഈ വീടിന് കൂടുതൽ ഭംഗി കിട്ടേണ്ട രീതിയിലാണ് നമ്മുടെ സൈറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഇതിനകത്ത് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ട് നേര് കയറി ചെന്ന് വരുന്നതാണ് നമ്മുടെ ഒരു പാസേജ്. ഈ പാസേജിൽ നിന്ന് നമുക്ക് ഡ്രോയിങ് റൂം, അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഡൈനിങ്ങിൽ ചെറിയൊരു സീറ്റിംഗ്, സെപ്പറേറ്റ് ഒരു വാഷ്റൂം. ഡൈനിങ് എന്നാണ് നമ്മൾ കിച്ചണിലൊരു വർക്ക് ഏരിയ. അത് കഴിഞ്ഞ് ഔട്ട് സൈഡിലുള്ള ഡോർ വരുന്നുണ്ട്. ഇതാണ് പബ്ലിക് ആയിട്ടുള്ള വരുന്ന ഏരിയ. അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്തേക്ക് വരുമ്പോൾ ഒരു പാസേജ് വന്നു. ഈ ഏരിയയിലാണ് നമ്മൾ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോർട്ട്യാർഡിൽ നിന്ന് നേരെ വരുന്നതാണ് സ്റ്റെയർ കേസ്. ഇവിടെയാണ് നമ്മൾ 2 ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂമിന് ഡ്രസ്സർ ടോയ്ലറ്റ്, അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം, അതിനകത്ത് ഡ്രസ്സർ ടോയ്ലറ്റ്. കാരണം നല്ല പ്രൈവസിയിൽ തന്നെയാണ് ഈ 2 ബെഡ്റൂം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. ഇത്ര ഏരിയയാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഏരിയ എന്ന് പറയുന്നത് 1031, 1031 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പാസേജ്, അതിനകത്ത് തന്നെ നമ്മളൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് താഴ്ത്തുന്ന മേലെ നിന്ന് ഒരേ രീതിയിൽ തന്നെ എല്ലാ റൂമുകളിലേക്കും വ്യൂ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ബെഡ്റൂം, അതിനകത്ത് ഒരു ടോയ്ലറ്റ്, ഒരു ഓപ്പൺ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പർപ്പസാണ്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം, അതിനകത്തൊരു ബാൽക്കണി, ഒരു ഡ്രസ്സർ ടോയ്ലറ്റ്. ഈ ഭാഗം ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം ഈ വീടിന് L ഷേപ്പിലാണ് വ്യൂ വരുന്നത്. ഫ്രണ്ടിൽ നിന്നും വ്യൂ വരുന്നുണ്ട്, ഈ സൈഡിൽ നിന്നും വ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ പോർഷൻ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ആ പോർഷൻ എഫക്റ്റീവ്ലി പുറത്തേക്ക് വരില്ല. നമുക്ക് എലിവേഷന് ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഈ വീടിൻ്റെ അതായത് ഈ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഒരു എലിവേഷൻ നമുക്ക് അയച്ചു തന്നതാണ് ഈ ഒരു ടൈപ്പ്. ഈ ഒരു ടൈപ്പും ഈ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ ഇതാണ് നമ്മളിതിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തത്. കാരണം ആ പറയുന്ന രീതിയിലുള്ള അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ഒരു രീതിയിലുള്ള എലിവേഷനാണ് അവർക്ക് സെറ്റ് ചെയ്തത്.